Hi friends, എല്ലാവർക്കും Nimshas കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയാലോ. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പേസ്ട്രി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 4 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മുട്ട ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലൊരു റിബൺ കൺസിസ്റ്റൻസി വരണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലോ എന്താ പറയുക ബട്ടർ എന്തെങ്കിലും ഒന്ന് തടഞ്ഞതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വശങ്ങളിലും ബട്ടർ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ മൈദ ഇട്ടിട്ട് തട്ടിയെടുത്താലും മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ അളവിലാണ് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിലേക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൽ തരികളൊക്കെ പോലെയുള്ളത് മാറ്റിക്കളയാം. ഇനി ഇത് നമുക്ക് പതുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 40 ml എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിൻ ഉണ്ടല്ലോ, കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനിയിപ്പോൾ അതൊക്കെ അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഓവനനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് 17 മിനിറ്റ് ആണ് കേട്ടോ സമയം എടുത്തത്. കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കണം. കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ട് ആയിട്ടുള്ള സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ നേരത്തെ പൊടിച്ചെടുത്തതിൻ്റെ ബാക്കി പഞ്ചസാര ഉള്ള കാരണമാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അല്ലെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 കപ്പോളം അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഒരു സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഈ പൈനാപ്പിൾ വെന്തതിന് ശേഷം. ഇത് ഒരുപാട് തിക്കാവരുത് കേട്ടോ. ഈ വലിയ സ്ലൈസസ് ഞാൻ എടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് നല്ലൊരു യെല്ലോയിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ പൈനാപ്പിൾ ഇതൊന്ന് വെന്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് ഒരു 3/4 കപ്പോളം അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം. ഇതിലൊരുപാട് കട്ടി ഉണ്ടാവരുത്. കണ്ടില്ലേ, ഇതും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. കേക്ക് നമുക്ക് തണുത്തൊന്ന് നോക്കാം. കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ
ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, കേക്ക് ആവശ്യത്തിന് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 3 ലേയേഴ്സ് ആണെങ്കിൽ 3 ലേയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 ലേയേഴ്സ് ആയിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്ത ലെയർ ഞാൻ കട്ട് ചെയ്തെടുക്കണം. ഇതേ കണ്ടോ, അടുത്ത ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ലേയേഴ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3. ഇനിയിപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നതാണ്. ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വിപ്പിംഗ് ക്രീം 2 കപ്പ് അളവിലാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ ട്രോപ്പോലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഏതെങ്കിലും നല്ല ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കണത് കേട്ടോ. കാരണം ഇത് പൈനാപ്പിൾ കേക്ക് അല്ലേ, അപ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ. ഒരു 2 ഡ്രോപ്പ് ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ ഒക്കെ മതി, നമ്മൾ ഉപയോഗിക്കുന്ന എസൻസിനനുസരിച്ച്. ഇനി നന്നായിട്ട് ഇത് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം, സ്റ്റിഫ് പീക്സ് ആവണ വരെ. ഇത് കണ്ടോ, നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു സിറപ്പിന്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പൈനാപ്പിൾ പീസസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പൈനാപ്പിൾ പീസസ് അടക്കം തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡ് പൈനാപ്പിൾ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് സിറപ്പ് പതുക്കതുപോലെ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തൊന്ന് അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി, എല്ലാവരുടെയും നല്ലപോലെ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ വശങ്ങളിലൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം അതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലെമൺ യെല്ലോ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പൈനാപ്പിൾ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കട്ട് ചെയ്ത പൈനാപ്പിൾ പീസസും വെച്ച് കൊടുക്കണം. കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇന്നലെ. നല്ല തണുപ്പോട് കൂടി തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്കിൻ്റെ വശങ്ങളിലും ഒക്കെ പൈനാപ്പിൾ പീസസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്യാം. ഇതേ ഇപ്പോൾ നമ്മുടെ കേക്ക് കേട്ടോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ
ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.